പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ. ചാണക്യനീതി അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ ജീവിത പരാജയങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്ന് വിശകലനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷ അനുഭവങ്ങളെക്കാൾ പലപ്പോഴും നമ്മെ ശക്തമായി സ്വാധീനിക്കുന്നത് ദുഃഖകരമായ അനുഭവങ്ങളാണെന്നതാണ് യാഥാർത്ഥ്യം. കോമഡി സിനിമകളെക്കാൾ വിജയിക്കുന്നത് ട്രാജഡി സിനിമകളാണല്ലോ. ജീവിതത്തിലെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ നിഷേധാത്മക അനുഭവങ്ങളെ ജീവിത വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ എന്തിനാണ്, ഏത് സാഹചര്യത്തിനാണ് കഴിയുക? തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെയും വിപരീത കാലാവസ്ഥയെയും ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വതങ്ങളെയും കണ്ട് പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിൽ ജപ്പാൻ എന്നൊരു രാജ്യം തന്നെ ഇന്നുണ്ടാകുമായിരുന്നില്ല. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും ജാപ്പനീസ് കൂടുതൽ ശക്തമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പ്രതിസന്ധികളിലേക്ക് നോക്കിയാൽ അത് നമ്മുടെ പരാജയമാണെന്ന് തോന്നും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുള്ള ചവിട്ടുപടികളാണ് ഓരോ പ്രതിസന്ധികളും. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, യഥേഷ്ടം വെള്ളമുള്ളിടത്ത് വളർന്നു വരുന്ന വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൽ വേരോടെ പിഴുതെറിയപ്പെടുന്നു എന്നുള്ളതാണ്. വെള്ളം കുറവുള്ള പ്രദേശത്ത് വളർന്നു വരുന്ന വൃക്ഷങ്ങളുടെ വേരുകൾ ജലലഭ്യതയ്ക്കായി ആഴത്തിലേക്ക് വളരുന്നു. ഇത് വൃക്ഷത്തിന് ചൂടുറപ്പ് നൽകുന്നു. എന്നാൽ ധാരാളം ജലമുള്ള സ്ഥലത്ത് വളരുന്ന വൃക്ഷങ്ങളുടെ വേരുകൾക്ക് ആഴത്തിലേക്ക് പോകേണ്ടതില്ല. അതിനാൽ തന്നെ ആ വൃക്ഷങ്ങൾക്ക് ചുവടുറപ്പും കുറവായിരിക്കും. യഥാർത്ഥത്തിൽ ഓരോ പ്രതിസന്ധികളും നമ്മെ കൂടുതൽ കരുത്തരായി തീരുവാൻ സഹായിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് സ്വാഭാവികമായി എല്ലാവരും ചിന്തിക്കുക. ജീവിതത്തിൽ വൻ വിജയം നേടിയിട്ടുള്ളവർ പ്രതിസന്ധികളെ ഏറ്റവും നല്ല പരിശീലന കളരിയായി സ്വീകരിച്ചവരാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഓരോ പരാജയങ്ങളും വളരെയധികം അറിവുകളും മുൻകരുതലുകളും നമുക്ക് പകർന്നു നൽകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലെ പരാജയങ്ങളും വിവേകിയായ ഒരു മനുഷ്യൻ പഠനവിധേയമാക്കുന്നു. ശാസ്ത്രലോകം ഇന്നുള്ള വളർച്ച കൈവരിച്ചത് നിരവധിയായ ശാസ്ത്രജ്ഞന്മാർ ലക്ഷക്കണക്കിന് പരാജയങ്ങൾക്ക് മുമ്പിൽ പതറാതെ തങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടർന്നതിന്റെ അനന്തരഫലമാണ്. പരാജയങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്മാറാതെ മുൻപോട്ട് തന്നെ ചുവടുകൾ വയ്ക്കുക എന്നത് ഏതൊരു വ്യക്തിയെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. മൂന്നാമതായി, മുന്നോട്ടൊരു ചുവട് പോലും വയ്ക്കാൻ കഴിയുകയില്ല എന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ നേടിയെടുത്ത വിജയങ്ങളെ ഓർക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പരാജയങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം, ജീവിതത്തിൽ ഉണ്ടായ നല്ല അനുഭവങ്ങളെയും വിജയങ്ങളെയും ഓർത്ത് മനസ്സിനെ ആഹ്ലാദിപ്പിക്കുകയും സ്വയം പ്രശംസിക്കുകയും ചെയ്യുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടായി എന്ന് വരികയില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും എല്ലാ പ്രതിസന്ധിയെയും ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിൽ ആവർത്തിച്ചു പറയുകയും ചെയ്യുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതായി നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാലാമതായി, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കാണപ്പെടുന്ന വിഘ്നങ്ങൾ കൂടുതൽ സ്മാർട്ടായി വഴി തുറക്കപ്പെടുവാനുള്ള അവസരങ്ങളാണ്. അതായത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എടുത്തുചാടി ഒന്നും ചെയ്യാതെ ഏറ്റവും നല്ല വഴി കണ്ടെത്തി യാത്ര തുടരുക എന്നുള്ളതാണ്. ഓരോ പരാജയവും ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴിയാണ് നാം കണ്ടെത്തേണ്ടത്. ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താലും അതെല്ലാം പരാജയമാണെന്ന ചിന്തയിൽ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ.
നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളെ ശരിയായി വിലയിരുത്തി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വസ്തുനിഷ്ഠവും ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ശരിയായ പാതയിലുമാണെങ്കിൽ നിർദ്ദിഷ്ടമായ സമയത്തിനുള്ളിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അഞ്ചാമതായി, ചെറിയ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുക എന്നുള്ളതാണ്. ആവർത്തിച്ചുള്ള പരാജയങ്ങളാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഇന്നെന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന, മനസ്സിന് താല്പര്യമുള്ള ഏറ്റവും ലളിതമായതെന്തെങ്കിലും ചെയ്തു തുടങ്ങുക. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ചെയ്ത് മനസ്സിനെ ഉന്മേഷഭരിതമാക്കി മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വൻ പരാജയങ്ങളും വൻ വിജയങ്ങളും നിങ്ങളുടെ മനസ്സിന്റെ സൃഷ്ടി തന്നെയാണ്. ശരിയായ അറിവും ഇച്ഛാശക്തിയുമാണ് ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ ചെറിയ കാര്യങ്ങളിൽ വിജയം വരിക്കുക. ഓരോ കാര്യവും കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്ത് വിജയം വരിക്കുന്നത് ശീലമാക്കുക. ആറാമതായി നാം മനസ്സിലാക്കുന്ന വിദ്യ, പ്രവൃത്തിഭാരം തോന്നുന്ന കാര്യങ്ങളിൽ ഒറ്റയടിക്ക് ചെയ്യാതെ പല പ്രാവശ്യമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വിദ്യ ഉപയോഗിക്കുകയാണ് എങ്കിൽ ശാരീരിക പ്രയാസമോ മാനസിക ഭാരമോ കൂടാതെ പല കാര്യങ്ങളും സുഗമമായി ചെയ്തു തീർക്കുവാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു ദിവസം 10 വാക്കുകൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് യാതൊരു പ്രയാസവും കൂടാതെ ഒരു വർഷം കൊണ്ട് 3650 വാക്കുകൾ പഠിക്കുവാൻ കഴിയും. വീടും പരിസരവും വൃത്തിയാക്കുവാൻ ദിവസവും കുറച്ചു സമയം മാറ്റിവെച്ചാൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ എപ്പോഴും സുന്ദരവും വൃത്തിയുള്ളതുമായിരിക്കും. ഏഴാമതായി നാം മനസ്സിലാക്കേണ്ടത്, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. പലപ്പോഴും ജീവിത പരാജയത്തിന് പ്രധാന കാരണം ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നതാണ്. ഓരോ ദിവസവും ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങൾ അന്നു തന്നെ ചെയ്തു തീർക്കുന്നത് ശീലമാക്കുക. അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നമ്മിലെ അലസത മാറ്റി ഊർജ്ജസ്വലതയും ക്രിയാത്മകതയും വർദ്ധിക്കുവാനും പരാജയങ്ങളിൽ പതറിപ്പോകാതെ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുവാനും ഈ ശീലം നമ്മെ ശക്തരാക്കും. വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ പ്രയോജനപ്രദമായി തീരും. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.